Watch full episodes on Jio Hotstar. എന്ത് പറ്റി? അതെ, ലോകത്തിൽ നിന്ന് ബയോപിക് സിനിമകളാണ് കൂടുതലും വിജയിക്കുന്നത്. ഞാനും അതുപോലെ ഒരു ബയോപിക് എഴുതാൻ പോവുകയാണ്. എന്നിട്ട് അതൊരു സിനിമയാക്കുകയും ചെയ്യും. പക്ഷേ എങ്ങനെ ആരെ കുറിച്ചാണ് ഞാൻ എഴുതുക? ചേട്ടാ മോട്ടു എന്റെ ചങ്ക എന്റെ ബ്രോ, ഞാൻ എത്ര വലിയ സയന്റിസ്റ്റ് ആണ്. എന്നെ കുറിച്ച് വേണമെങ്കിൽ സിനിമ എടുത്തു. എന്റെ ചേട്ടാ, എന്റെ സമോസ ലോകം മുഴുവനും ഫേമസ് ആണല്ലോ. എന്റെ ആത്മകഥ എഴുതൂ. എന്റെ അമ്മ മോട്ടു, എന്റെ ധൈര്യത്തിനെ കുറിച്ച് എഴുതണം, അല്ലെങ്കിൽ ഞാൻ നിന്നെ പിടിച്ച് ജയിലിനകത്തിടും. വേറൊരാളെ വെച്ച് പടം എടുക്കാൻ പാടില്ല. ഞാൻ നിങ്ങളോട് മര്യാദയ്ക്ക് പറയാ, നിങ്ങൾ എന്നെ വെച്ച് പടം എടുക്കൂ. പക്ഷെ ബോക്സർ ചേട്ടാ, നിങ്ങളെ കുറിച്ച് എന്ത് എഴുതാനാ? ഞാൻ വലിയൊരു പ്രശസ്തനായ ബോക്സറാണ്. ഒരുപാട് കഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഞാൻ ഇത്രയും വലിയൊരു ബോക്സറായി മാറിയത്. ഞാൻ കാരണം ഫുർഫുരി നഗരം പ്രശസ്തമായി മാറിയില്ലേ. നിങ്ങൾ എന്നെ ജീവിതത്തിൽ എഴുതണം, അത് സിനിമയാക്കിയാൽ മതി. പറഞ്ഞത് മനസ്സിലായോ? പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ടേണിംഗും ഇല്ല, ഒരു ട്വിസ്റ്റും ഇല്ലല്ലോ. കുറച്ചൊക്കെ മസാല ഉണ്ടായാലല്ലേ അതിനൊരു സ്വാദുണ്ടാവും. അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ എന്റെ ജീവിതത്തിൽ നിങ്ങൾ എഴുതിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ഇല്ലെങ്കിൽ ഒരു സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ബോക്സറിന്റെ ബയോപിക് എനിക്കൊരിക്കലും എഴുതാൻ ഉദ്ദേശമില്ല. അതെന്ത് തന്നെ സംഭവിച്ചാലും ശരി. എന്റെ അമ്മ രക്ഷിക്കണേ. ചേട്ടാ മോട്ടു എന്റെ ചങ്ക എന്റെ ബ്രോ, ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ നീ ബോക്സർ ചേട്ടനെ കുറിച്ച് ബയോപിക് എടുത്താൽ അത് സൂപ്പർ ആയിട്ട് ഓടും. പൊളിച്ചെടുത്തല്ല. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ബോക്സർ ചേട്ടനെ പോലെ ഒരു മഹാനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. എന്റെ അമ്മോ, ബോക്സർ ചേട്ടൻ ഒരു മഹാനാണ്. മഹാനേക്കാൾ വലിയ മഹാനാണല്ലോ. നിങ്ങൾ എന്തുകൊണ്ടാ ഇങ്ങനെ ബോക്സർ ചേട്ടൻ നമ്മുടെ പുറകിലുള്ളത് പോലെ തന്നെ സംസാരിക്കുന്നേ? ചേട്ടാ മോട്ടു എന്റെ ചങ്ക എന്റെ ബ്രോ, ബോക്സറിനെ പോലെ ഒരു മനുഷ്യൻ ഈ ലോകത്ത് എവിടെയും ജനിച്ചിട്ടില്ല. ദയവേത് പറയാണ്, ആളുടെ ബയോപിക് എടുക്ക്. അങ്ങനെയാണോ? ഞാൻ മഹാനല്ലേ? പറയൂ, ഞാൻ മഹാനല്ലേ? പറയൂ, ഞാൻ മഹാനാണോ അല്ലയോ? അതിനിപ്പോ ഒരു തീരുമാനം ഇടയ്ക്ക് തരാം. സിംഗം സാർ, ഞാനിപ്പോ പോകുന്നു. നിങ്ങൾ ഇവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കോ. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെന്താ ചെയ്യാന്നറിയോ? എഴുതിക്കോളാം ബോക്സർ ചേട്ടാ, തീർച്ചയായിട്ടും എഴുതിക്കോളാം. നിങ്ങൾ ചെല്ലു. പത്തുലു എഴുത്തും ജോലിയൊക്കെ എനിക്ക് തന്നേര് കേട്ടോ. നീ പിന്നീട് അത് കറക്റ്റ് ചെയ്താ മതി. ഓക്കെ, ഞാനൊരു ഏകാന്തമായ സ്ഥലത്ത് പോയിരുന്ന് ശാന്തമായിരുന്നു എഴുതട്ടെ പത്തുലു. എടോ, മിണ്ടാതിരിക്കൂ. ഞാൻ ബയോപിക് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ബയോപിക് ഓടിക്കോ. നമ്മുടെ ഏരിയയിൽ വന്ന് നമ്മളെ ഭീഷണിപ്പെടുത്തുന്നോ? വാ, നമ്മൾ ആരാണെന്ന് കാണിച്ചു കൊടുക്കാം. ഓടിക്കോ. എന്റെ അമ്മ, രക്ഷിക്കണേ. എന്താ മോട്ടു, എന്റെ ജീവിതത്തിൽ എഴുതിയോ ഇല്ലയോ? പെട്ടെന്ന് പറയേ. ബോക്സർ ചേട്ടാ, ഞാൻ നിങ്ങളെ കുറിച്ച് റിസർച്ച് ചെയ്യാൻ പോയിരിക്കായിരുന്നു. റിസർച്ച് ഇപ്പോൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇപ്പൊ അത് എഴുതിക്കൊണ്ടിരിക്കുക. എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത്? അത് ആദ്യം ഒന്ന് വായിക്കേ, ഞാനത് കേൾക്കട്ടെ. കേൾപ്പിക്കാം. ബോക്സർ ചേട്ടന്റെ കുട്ടിക്കാലം എന്നത് വളരെ വിഷമതകൾ നിറഞ്ഞതായിരുന്നു. കുട്ടിക്കാലത്ത് തന്നെ വികൃതിയുടെ കൂമ്പാരമായിരുന്നു അദ്ദേഹം. കയ്യിൽ കിട്ടിയവരെയൊക്കെ തല്ലിക്കൊല്ലുന്ന ഒരു സ്വഭാവം. പാവപ്പെട്ടവരുടെ കാശടിച്ചു മാറ്റുക, മനസാക്ഷിയില്ലാതെ മറ്റുള്ളവരോട് പെരുമാറുക ഈ ബോക്സറിന്റെ ഒരു ഹോബി ആയിരുന്നു. എല്ലാവരും ഈ ബോക്സറിൽ നിന്നും ദൂരെ നിൽക്കുവാനായിരുന്നു ആഗ്രഹിച്ചതും. മോട്ടു നിർത്തിക്കോ, അല്ലെങ്കിൽ ഫയർ ബ്രിഗേഡിനെ വിളിക്കേണ്ടി വരും. നിർത്തിക്കോ. ഞാൻ എന്റെ അത്രയ്ക്ക് മോശക്കാരനാണോ? എന്നെ മോശക്കാരനാക്കിയല്ലേ? ചെറുപ്പത്തിൽ
സത്യത്തിൽ ഞാൻ അത്ര മോശക്കാരനായിരുന്നോ? പറയേ, നീ എന്ത് എഴുതി വെച്ചിരിക്കുന്നത്? പറയേ. വലിയേട്ടാ, ട്വിസ്റ്റ് ഉണ്ടാക്കിയായിരുന്നു ഞാൻ. ട്വിസ്റ്റ്. ബോക്സർ ചേട്ടാ, കുട്ടിക്കാലത്ത് മഹാക്രൂരനായ നിങ്ങൾക്ക് ഒരു ദിവസം ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നു. ആ ആക്സിഡന്റിൽ നിങ്ങൾ ഒരു തീരുമാനം എടുക്കുകയുണ്ടായി. ഇനി അങ്ങോട്ട് ഞാൻ ബോക്സിംഗ് ചെയ്യണോ അല്ല വേറെ വല്ലതും ചെയ്യണോ എന്ന്. അത് ശരി, അങ്ങനെയായിരുന്നോ കാര്യം? ഓക്കെ, ഐ എം സോറി, വെരി സോറി. ധൈര്യമായിട്ട് എഴുതിക്കോ. ഞാൻ പോവുകയാണ്. ഞാൻ പോയിട്ട് പിന്നെ വരാം, എന്നിട്ട് ബാക്കി കേൾക്കാം. ഓക്കെ, ധൈര്യമായിട്ട് എഴുതിക്കോ. അപ്പൊ മോട്ടു ബോക്സറിനെ കുറിച്ചാണോ കഥ എഴുതുന്നത്? എന്റെ ക്രിമിനൽ ബുദ്ധിയിൽ ഒരു സൂപ്പർ ഐഡിയ വന്നുകൊണ്ടിരിക്കുന്നുണ്ടടാ. ബോക്സർ ചേട്ടാ, മോട്ടു പത്ലു എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നെന്ന് വെച്ചാൽ നിങ്ങളെ കുറിച്ച് തെറ്റായിട്ടാണ് അവർ എഴുതിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ അടുത്ത് അവർ നല്ലത് മാത്രമേ പറയുള്ളൂ. പക്ഷേ പടം എടുത്തു കഴിഞ്ഞാലേ അറിയുള്ളൂ അതിൽ നിങ്ങളെ കുറിച്ച് വില്ലനായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അവരെന്താ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് അറിയോ? നിങ്ങൾ എപ്പോ നോക്കിയാലും എല്ലാവരും തല്ലിക്കൊണ്ടിരിക്കുകയാണത്രേ. അതുകൊണ്ട് പ്രതികാരം വീട്ടാൻ പോവാ. അതെ, എന്റെ കാതുകൊണ്ട് കേട്ടതാ. വേഗം പുറപ്പെടൂ. ബോട്ടുപതിൽ പെട്ടെന്ന് എന്റെ വീട്ടിലേക്ക് വരൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകൂ. എന്നിട്ട് സന്തോഷമായിട്ട് എഴുതൂ. അതെ, കൊള്ളാലോ കൊള്ളാലോ. ബോക്സർ ചേട്ടൻ ആദ്യമായിട്ട് നമ്മളെയൊക്കെ ചായ സൽക്കാരത്തിന് വിളിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പോവാം. വരൂ. അതെ, ഞങ്ങൾ എന്തിനാ ഇപ്പൊ തല്ലിയത്? ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? നിങ്ങൾ എന്നെ പറ്റി വീണ്ടും തെറ്റായ കാര്യങ്ങളാണ് എഴുതുന്നത്. പടത്തിൽ എന്നെ വില്ലനാക്കി മാറ്റിയാണല്ലേ? എന്താ മിണ്ടാത്തത്? മറുപടി പറയേ. എന്റെ ബോക്സർ ചേട്ടാ, ഇതൊക്കെ നിങ്ങളോട് ആരാ പറഞ്ഞത്? ആ ജോൺ ആണ് എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. മനസ്സിലായോ? ജോൺ ആണ് പറഞ്ഞത്. ബോക്സർ ചേട്ടാ, നിങ്ങൾക്ക് അറിയാലോ ജോൺ നമ്മളെ തെറ്റായിട്ട് എന്തെങ്കിലും പറയുമെന്ന്. അതുകൊണ്ടാണ് അവന് ഞങ്ങൾ നിങ്ങളുടെ ബയോപിക് ഉണ്ടാക്കുന്നതിൽ താല്പര്യമില്ല. അത് ശരി, അങ്ങനെയായിരുന്നോ? ഐ എം സോറി, ഐ എം സോറി. കിട്ടിപ്പോയി. അതെ മോട്ടു, എന്തായി? എന്റെ കഥ എഴുതിയോ ഇല്ലയോ? കഴിഞ്ഞ എന്റെ ബോക്സർ ചേട്ടാ, എല്ലാം ഒരുവിധം കഴിഞ്ഞു. ഓക്കെ, പറയൂ, കേൾക്കട്ടെ. എങ്ങോട്ട് പോവാം? എങ്ങോട്ട് പോവാം? ഇവിടെ ഇരിക്കാം. ഞാൻ ഇവിടുന്ന് പറയാം. നിങ്ങൾ അല്ലെങ്കിൽ എന്നെ വല്ലാണ്ട് ഇടിക്കും. എന്റെ കയ്യിൽ മൈക്കുണ്ട്. എങ്കിൽ ശരി, നമുക്ക് തുടങ്ങാം. കുട്ടിക്കാലത്ത് ബോക്സർ എല്ലാവരെയും പിടിച്ചിടിക്കുമായിരുന്നു. ജനങ്ങളുടെയൊക്കെ ഒരു പേടി സ്വപ്നമായിരുന്നു ബോക്സർ. ട്വിസ്റ്റ് വരും, മുന്നോട്ട് പോകുമ്പോ ട്വിസ്റ്റ് വരും. ബോക്സർ ആദ്യമൊക്കെ പെൻസിലും ബുക്സും ഒക്കെ ആയിരുന്നു മോഷ്ടിക്കാറ്. പിന്നീട് ആ മോഷണമൊക്കെ വലിയ വലിയ മോഷണത്തിലായിരുന്നു പോയി നിന്നത്. അങ്ങനെ ഒരു ദിവസം ഈ ബോക്സർ ഹോട്ടലിൽ നിന്ന് ഭക്ഷണവും മോഷ്ടിച്ചു. എന്താ പറഞ്ഞേ? ഞാൻ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം മോഷ്ടിച്ചിട്ട് ഓടിപ്പോയെന്നോ? ഇത് എപ്പോഴാണ് സംഭവിച്ചത്? എങ്ങനെ സംഭവിച്ചു? പറയേ, നീ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? ബോക്സർ ആ ഹോട്ടലിന്റെ പൂട്ട് പൊട്ടിച്ചകത്തേക്ക് കയറി. എന്നിട്ട് ഒരു മനസാക്ഷിയുമില്ലാതെ അവിടെ ഉണ്ടായിരുന്ന ഭക്ഷണം മുഴുവനും മോഷ്ടിച്ചു കൊണ്ടുപോവുകയായിരുന്നു. അങ്ങനെ മോഷ്ടിച്ചോടി ആ ബോക്സറിനെ ആ ഹോട്ടൽ മുതലാളി കാണാനും ഇടയായി. അത് കണ്ടുനിന്ന ജനങ്ങൾ മുഴുവനും കള്ളൻ കള്ളൻ, ബോക്സർ ഒരു കള്ളൻ എന്ന് വിളിച്ചു കൂവുകയായിരുന്നു. പക്ഷേ ബോക്സർ നിന്നില്ല. പോലീസ് വിസിലടി തുടങ്ങി. എന്നിട്ടും ബോക്സർ നിന്നില്ല. അങ്ങനെ ഓടിത്തളർന്ന ബോക്സർ ഒരു സ്ഥലത്ത് വന്നു നിന്നു. പുറകിൽ ഓടി വന്നവരും അദ്ദേഹത്തിന്റെ പുറകിലായി വന്നു നിന്നു. എല്ലാവരുടെ കയ്യിലും മാരക ആയുധങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാവരും വിളിച്ചു കൂവാൻ തുടങ്ങി, തല്ല് തല്ലി കൊല്ലവനെ. ബോക്സർ ചേട്ടാ, നിങ്ങൾ എങ്ങനെയാ മുകളിലേക്ക് വന്നത്? അല്ല, നീ താഴോട്ടാണ് വന്നത്. വായിക്കാനല്ലേ പറഞ്ഞത്? ആ സമയത്ത് പട്ടിണിപ്പാവങ്ങളായ കുറച്ച് കുഞ്ഞുങ്ങൾ ബോക്സറിന്റെ അടുത്തേക്ക് വന്നു. ബോക്സർ അവർക്കൊക്കെ ഭക്ഷണം വാരിക്കോരി കൊടുത്തു. എന്നിട്ട് കുഞ്ഞുങ്ങളോട് സ്നേഹത്തോടെ പറഞ്ഞു, ചെല്ല്, നിങ്ങളൊക്കെ അതിനകത്ത് പോയിരുന്ന് കഴിച്ചോളൂ എന്ന്. അപ്പോഴാണ് വന്നവർക്ക് പിടികിട്ടിയത് ഈ ബോക്സർ അനാഥ കുഞ്ഞുങ്ങളെയൊക്കെ എടുത്തു വളർത്തുന്ന ഒരു നല്ല മനുഷ്യനാണെന്ന്.
അദ്ദേഹത്തിന്റെ പാറ പോലെയുള്ള ശരീരത്തിനകത്ത് സ്നേഹം മാത്രം നിറഞ്ഞു കിടക്കുന്ന ഒരു മനസ്സുണ്ടെന്ന് ദേഷ്യം കൊണ്ടുവന്ന ജനങ്ങൾ മുഴുവൻ ബോക്സറിനെ സ്നേഹിക്കുവാൻ തുടങ്ങി. അങ്ങനെ അവരൊക്കെ ബോക്സറിനെ ഒരു പ്രൊഫഷണൽ ബോക്സറുമാക്കി മാറ്റി. അങ്ങനെ ബോക്സിംഗിലൂടെ ഈ കുട്ടികൾക്ക് വേണ്ടി ബോക്സർ കാശുണ്ടാക്കാനും തുടങ്ങി. ബോക്സർ ചേട്ടൻ അങ്ങനെയാണ് ഒരു ബോക്സറായി മാറിയത്. എവിടെ എവിടെ എന്റെ പാവം കുട്ടികൾ? എന്തിനാ പോട്ടു നീ എന്നെ ഇങ്ങനെ കരയിക്കുന്നത്? എന്ത് ഗംഭീരമായിട്ടാണ് നീ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ മോട്ടു, നീ എന്റെ സ്കൂളിൽ നടന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ മനസ്സിലാക്കിയെന്ന് എന്നോട് പറയൂ. ഞാൻ നിന്നോട് ഇക്കാര്യം ഇതുവരെ പറഞ്ഞിട്ടേ ഇല്ലല്ലോ. ചേട്ടാ, എന്റെ ചങ്കേന്റെ ബ്രോ, മോട്ടു ധാരാളമായിട്ട് മസാല മിക്സ് ചെയ്തിട്ടുണ്ട്. വലിയേട്ടാ, ഇതൊന്നും മസാലയല്ല. ഞാൻ ബോക്സർ ചേട്ടനെ കുറിച്ച് റിസർച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോഴായിരുന്നു എനിക്കൊരു സത്യം മനസ്സിലാക്കാൻ പറ്റിയത്. ഈ ബോക്സർ ചേട്ടൻ ഒരു സ്കൂൾ നടത്തുന്നുണ്ടെന്ന്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ ഒരു ബയോപിക് എഴുതാൻ തയ്യാറായതും. പൊളിച്ചേ 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 ബോക്സർ ചേട്ടാ. ആരാണ്? ചെറിയച്ഛൻ വന്നല്ലോ. എന്റെ ചെറിയച്ഛ, ഇത്രയും ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് എന്നെ ഓർമ്മ വന്നല്ലോ. സന്തോഷം. എന്റെ മോനെ, ആദ്യം എനിക്ക് വല്ല വെള്ളം കുടിക്കാൻ താ. നല്ല ക്ഷീണമുണ്ട്. ഇപ്പൊ കൊണ്ടുവരാം വെള്ളം. എന്റെ ചെറിയച്ഛ, വളരെ സന്തോഷമുണ്ട് നിങ്ങൾ ഇത്രയും കാലം കഴിഞ്ഞ് എന്നെ കാണാൻ വന്നത്. ഇവനെ അറിയില്ലേ? ഇവനാണ് എന്റെ പ്രിയ കൂട്ടുകാരൻ പത്ലു. അതെ അതെ, നീ പറയണ്ടായി നിന്റെ കൂട്ടുകാരനാണെന്ന്. മോട്ടു എന്ന് അദ്ദേഹത്തിന്റെ പേരെന്ന്. എന്റെ ചെറിയച്ഛ, മോട്ടു എന്റെ പേരാണ്. ആ ശരിയാണല്ലോ, എനിക്ക് മറവി നല്ല കൂടുതലാ. ആ മോനെ മോട്ടു. ചെറിയച്ച, ഞാൻ പത്ലു ആണ്. ആ ശരിയാണല്ലോ, മോട്ടു ഇവനാണല്ലോ. എനിക്ക് ചെറിയ പേരിന്റെ ഒക്കെ കൺഫ്യൂഷൻ വരാറുണ്ട്. പക്ഷെ എന്റെ പയ്യൻ ഇവനാണല്ലോ. എനിക്ക് ഈ മറവി കാരണം വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഒരു പ്രാവശ്യം ഞാൻ എന്റെ നിധി അങ്ങോട്ട് മറന്നുപോയി. നിധിയോ? എവിടെയാണ് ആ നിധി? എവിടെ? എനിക്കത് കാണിച്ചാ ചെറിയച്ഛ, എന്നോടത് പറ. ആ നിധി കൈകളൊന്ന് തിരുമുവോ? അല്ല, നിങ്ങളുടേതല്ല, എന്റെ തീരുമാനാ പറഞ്ഞേ. നിധി എവിടെയാണ് നിധി ഉള്ളത്? എവിടെയാന്നൊന്ന് പറ ചെറിയച്ഛ. ആ നിധി എന്ന് വെച്ചാ ആ ഘടികാരപ്പെട്ടിയുടെ അടിയില് ഒരു മരപ്പെട്ടിക്കകത്ത് അവിടെ ഇങ്ങനെ കുഴിച്ചിട്ടിരിക്കുക. ആ ഘടികാര പെട്ടിക്കടിയിലുള്ള ഒരു മരപ്പെട്ടിയിൽ ഉണ്ടത്രേ. നിക്ക് ചെറിയച്ഛ, ഞങ്ങൾ പോയിട്ട് ഇപ്പൊ വന്നേക്കാം കേട്ടോ. തോണ്ടടാ, വേഗം തോണ്ടടാ. എന്റെ അമ്മ മോട്ടു, എന്താ ഇവിടെ സംഭവിക്കുന്നത്? നിങ്ങൾ എന്തിനാ വെറുതെ അങ്ങനെ റോഡ് കുഴിക്കുന്നത്? സാറേ, എന്റെ ചെറിയച്ഛൻ പറഞ്ഞതാണ് ഇതിനടിയിലായിട്ട് ഒരു നിധി ഉണ്ടെന്ന്. കൊള്ളാലേ. ജോൺ, നീ ഇവിടെ കാണിക്കുന്നത്? അവനിപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കാം. എടാ ജോനെ, നീ ഇവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? എടാ, ഇവിടെ എന്റെ ചെറിയച്ഛന്റെ നിധിയുണ്ട്, അറിയോ നിനക്ക്? പത്തലു, കിട്ടിപ്പോയി, എനിക്ക് കിട്ടിപ്പോയി, എന്റെ നിധി കിട്ടിപ്പോയി. പൊളിച്ചേ, കിട്ടിയല്ലോ കിട്ടിയല്ലോ കിട്ടിയല്ലോ, നിധി എനിക്ക് കിട്ടിയല്ലോ. ചിങ്കം സാർ എവിടെ? ചിങ്കം സാർ എവിടെയാണുള്ളത്? വലിയേട്ടാ. എന്റെ അമ്മോ, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. ഞങ്ങളുടെ പിക്ചർ കണ്ടില്ലേ? ഇതെന്താ? നിങ്ങൾക്ക് എന്താ പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചത്? പൊളിച്ചടുത്തല്ല, ആ ക്ലോക്ക് ടവർ ഞങ്ങളുടെ മീതെ വീണിട്ട് എന്താ സംഭവിച്ചെന്ന് ചോദിക്കാണോ? ചേട്ടാ, മോട്ടു എന്റെ ചങ്കേന്റെ ബ്രോ, ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്ക്. അതെ, ഇവിടെ പോയി ആ നിധി വേഗം കാണിക്കേ. ഇല്ല, ചെറിയച്ഛന്റെ മുമ്പിൽ വെച്ച് മാത്രമായിരിക്കണം ഈ കിട്ടിയ നിധി ഞാൻ തുറക്കുകയുള്ളൂ. അതെ. ഇതെന്താ?
ഇതാണോ നിങ്ങൾ പറഞ്ഞ നിധി? അല്ല ഇതല്ല എന്റെ അമ്മയുടെയും അച്ഛന്റെ ഒക്കെ അല്ലേ. എനിക്ക് വേണ്ടി ഇതൊക്കെ ഒരു നിധിയല്ലേ. പക്ഷെ ശരിക്കുള്ള നിധി എന്ന് വെച്ചാ ഈ തോളൊന്ന് തോള് തിരുമിത്ത. അല്ല നിങ്ങളുടെ തോളല്ല തിരുമ്പാൻ പറഞ്ഞേ, എന്റെ തോള് തിരുമ്മി തരാനാ പറഞ്ഞ. ശരി 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 ചെറിയച്ച, ഞങ്ങളിതാ വന്നു. ഇനി പറയൂ, ആ നിധി എവിടെയുണ്ട്? എനിക്ക് കുറച്ച് സമയം എന്താ, ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ കേട്ടാ. പത്ലു, എനിക്ക് വല്ലാണ്ട് വിശക്കാൻ തുടങ്ങി കേട്ടോ. എങ്കിൽ വരൂ പത്ലു, നമുക്ക് പോയിട്ട് നല്ല ചൂടുള്ള സമൂസ കഴിച്ചിട്ട് വരാന്നേ. വരുമ്പോഴേ ചെറിയച്ചന് നമുക്ക് നല്ല സമൂസ വാങ്ങിച്ചോണ്ട് വരാന്നേ. ചെറിയച്ച അപ്പോഴത്തേക്ക് ഓർത്ത് വെക്കണം, ആ നിധി നിങ്ങൾ എവിടെയാണ് വെച്ചിട്ടുള്ളതെന്ന്. വരൂ. അതെ വരൂ വരൂ പോകാം. എനിക്കും നല്ല വിശപ്പുണ്ട് കേട്ടാ. അതെ ഞാനും വരുന്നുണ്ട്. എന്നെ ഇട്ടു പോയോ? നമസ്കാരം, ഞാൻ മോട്ടുവിന്റെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്താണ്. ഞാനാണ് ജോൺ. നമസ്കാരം നമസ്കാരം മോനെ, വാ വാ. മോട്ടു നിങ്ങളെ ഫാം ഹൗസിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. മോട്ടു നിങ്ങളെ ഫാം ഹൗസ് കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ കുറെ ആയില്ലേ ഇങ്ങോട്ടേക്ക് ഒന്ന് വന്നിട്ട്, അതുകൊണ്ടാണ്. എന്നാ പോയാലോ? ശരി ശരി മോനെ, വാ നമുക്ക് പോവാം. ഞാനാണെങ്കിൽ ഈ കറകാനാണല്ലോ വന്നത്. മോട്ടു എവിടെയാ മോനെ? നിൽക്കൂ, ഞാൻ ഫോൺ ചെയ്ത് ചോദിക്കാം. ഹലോ മോട്ടു, നീ എവിടെയാ ഉള്ളത്? കൊച്ചൻ ഇവിടെ വന്നു കഴിഞ്ഞു. നിങ്ങൾ എന്താ വരാത്തെ? ഓ, നിങ്ങൾ വരാൻ വൈകുന്നേരം ആകുമോ? ഓക്കെ ഓക്കെ, ഞാൻ നോക്കിക്കോളാം. ഒരു പ്രശ്നമില്ല കൊച്ചച്ച, അവൻ വൈകുന്നേരം ആവുമ്പോഴേക്കും വന്നോളും. പിന്നെ കൊച്ചച്ച, നിങ്ങൾക്ക് ആ നിധിനെ കുറിച്ച് ഓർമ്മ വന്നോ ഇല്ലയോ? നിധിയല്ലേ? മോനെ കാലൊന്ന് തിരു. എന്താ ഇത്? നിങ്ങളുടെതല്ല, എന്റെ കാലൊന്ന് തിരുമാനാ പറഞ്ഞേ. പിന്നെ നിധി, അത് ഒരു ആലിന്റെ ചുവട്ടിൽ. വേഗം പോകൂ. നമ്പർ 1 നമ്പർ 2 ആലിന്റെ ചോട്ടിലത്രേ. വേഗം പോയി നോക്കടാ. നിങ്ങൾ പറയൂ കൊച്ചച്ച, പറയൂ. അതൊരു ആലിന്റെ ചുവട്ടിൽ നിന്ന് ഏതാണ്ട് 50 അടി ദൂരത്ത് ഒരു തെങ്ങുണ്ട്. നന്നായിട്ട് കേൾക്കടാ. ആലിന്റെ ചോട്ടിൽ നിന്നും 50 അടി എടുത്തു വെച്ചാൽ ഒരു തെങ്ങുണ്ടാകും. അങ്ങോട്ട് പോകണമത്രേ. പറയൂ പറയൂ, കണ്ടിന്യൂ ചെയ്യൂ. അതെ പറയൂ. ആ തെങ്ങിന്റെ ചുവട്ടിൽ അവരെത്തിയിട്ട് അവിടെ നിന്ന് മുന്നോട്ട് നോക്കിയാൽ കിഴക്കോട്ട് നോക്കണം. അവിടെ വേറെ ഒരു ആൽ കാണാം. അതിന്റെ 80 അടി താഴോട്ട്. കേട്ടില്ലേ? ഇപ്രാവശ്യം കൺഫേം അല്ലേ? അതെ അതെ കൺഫേം ആണ്. 80 അടി താഴെ. ശരി വരൂ, ഇപ്പോൾ നിങ്ങൾ റെസ്റ്റ് എടുത്തോളൂ. ഐ ആം ജസ്റ്റ് കമ്മിങ്. ഇവിടെ തോണ്ടടാ. ചെറിയച്ഛൻ എവിടെ പോയി? ചെറിയച്ചനിപ്പോ എവിടെയാ ഉള്ളത്? മോനെ, ഞാൻ നിന്റെ കൂട്ടുകാരന്റെ ഒരു ഫാം ഹൗസിലാ ഉള്ള. അല്ല, ഏത് കൂട്ടുകാരൻ? എങ്ങനെയുള്ള കൂട്ടുകാരൻ? എവിടെയുള്ള കൂട്ടുകാരൻ? ആരാ ചെറിയച്ചത്? അല്ല, എന്തോ ഒരു പേരവൻ പറഞ്ഞായിരുന്നല്ലോ. അതെ, കോൺ. അതെ കോൺ. ഇതെന്ത് പേരാണ് ചെറിയച്ച? മോട്ടു കോണല്ല, ജോൺ ആണ്. ജോൺ. അതെ 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 ജോൺ. നിധി ഇരിക്കുന്ന സ്ഥലം പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അത് നോക്കാൻ പോയിരിക്കും അദ്ദേഹം. എന്റെ ചെറിയച്ച, നിങ്ങൾ എന്തിനാ അവനോട് പറഞ്ഞത്? എന്ത് പണിയായി കാണിച്ചത്? വേഗം പറയൂ, നിങ്ങൾ എവിടേക്കാണ് അവനെ പറഞ്ഞു വിട്ടത്? പത്ലു, ഓടിക്കോ. നന്നായിട്ട് തോണ്ട്. 80 അടി നമ്മൾ താഴേക്ക് വന്നല്ലോ. ഇത് കിട്ടിപ്പോയി. ഇതെന്റെ ചെറിയച്ഛന്റെ നിധിയാണ്. ഇതിനെ തൊട്ടാൽ ഞാൻ നിന്നെ കൊല്ലും, കേട്ടോടോ. പോയിക്കോ ഇവിടുന്ന്. ഇത് എന്റേതാണ്, എന്റേതാണ്. ഞാനാണ് ആദ്യം കണ്ടെത്തിയത്. ഇത് എനിക്കാണ് സ്വന്തം. ചിങ്ങം സാർ, സത്യമായിട്ടും പറയാണ്, ഇത് എന്റെ നിധിയാണ്. ഇത് ഞാനാണ് കണ്ടെത്തിയത്. അതുകൊണ്ട് ഇത് എനിക്കല്ലേ സ്വന്തം. നിധിയൊക്കെ നമുക്ക് പിന്നെ കാണാം ജോൺ. ആദ്യം നിന്റെ ശരീരം ഒന്ന് നോക്ക്. അതിൽ ഉറുമ്പ് ഡാൻസ് കളിച്ചോണ്ടിരിക്കുകയാണല്ലോ. എന്നെ ആരെങ്കിലും രക്ഷിക്കേ. ചിങ്ങം സാറേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ നിധി കിട്ടി. എന്റെ ചെറിയച്ച നിധി കിട്ടിയല്ലോ. ഇന്നാ തുറന്ന് പുറത്തെടുക്കൂ. ഇന്നാ കണ്ടോ എന്റെ നിധി? എന്റെ ചെറിയച്ച, ഇതെന്ത് നിധിയാണ്? മോട്ടു, ആ നിധിയിൽ എനിക്കും കുറച്ച് പങ്ക് തരാമോ?
പാവം ഒരു കള്ളനെ ഇത്രയ്ക്കും അധ്വാനിപ്പിച്ച് ഉറുമ്പിന്റെ അടുത്തൊക്കെ കടി മേടിച്ചു കൊടുത്ത് ഇതാണോ കിട്ടിയത്? ഇതൊക്കെ ഒരു നിധിയാണോ? എന്റെ ചെറിയച്ഛ, നിങ്ങൾ എന്ത് പണിയാണ് ഈ കാണിച്ചത്? ഈ ചെറുപ്പത്തിലെ ഉള്ള കാര്യങ്ങളൊക്കെ അല്ല എനിക്കൊരു നിധി. പക്ഷെ നിധി ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെയാന്നൊരു പിടി കിട്ടുന്നില്ലല്ലോ. ഒന്നും അങ്ങോട്ട് മനസ്സിലാവണല്ലോ. അതെ, പിടി കിട്ടി. മലയുടെ മുകളിൽ കയറിയിട്ട് അവിടുന്ന് പതുക്കെ ഒന്ന് ഉരുണ്ടാൽ അവിടെ ഒരു ഗുഹ കാണാം. മലയുടെ മേലേന്ന് ഉരുണ്ടു പോയ ഒരു ഗുഹയാണോ? അതെയോ? ഇപ്രാവശ്യം കൺഫേം അല്ലേ? അതെ അതെ, നിധി അവിടെ തന്നെ ഉണ്ട്. വാടാ, നമ്പർ 1 നമ്പർ 2. ചെറിയച്ഛ പറയുന്നത് സത്യമാണല്ലോ. ആദ്യം വണ്ടി കയറിയിരിക്കേ പ്ലീസ്. നമ്പർ 1 നമ്പർ 2, ഇപ്പോൾ ഞാൻ ഈ മലമുകളിൽ നിന്നും ഉരുണ്ടു പോവാൻ പോവുകയാണടാ. ബോസ് ബോസ്, അവര് പോകുന്നത് ഫ്ലൈയിങ് കാറിലാണ്. ബോസ് എന്തിനാണ് താഴോട്ട് ഇങ്ങനെ ഉരുണ്ടു ഉരുണ്ടു പോകുന്നത്? ഇതാദ്യമേ എന്താണോ പറയാത്തെ? ഇനി ഞാൻ എന്ത് ചെയ്യാനാ? നമ്പർ 1 നമ്പർ 2, എന്നെ പുറത്തെടുക്കടാ. കിട്ടിയല്ലോ, ചെറിയച്ഛന്റെ നിധി കിട്ടിയല്ലോ. ഇതാർക്കാണോ കിട്ടിയത്? ഇത് മുഴുവൻ അവരുടെ സ്വന്തമാണ്. ബോസ് ബോസ്, ഇതെല്ലാം മുൻപ് എവിടേക്കോ കണ്ടതുപോലെ തോന്നുന്നുണ്ടല്ലോ ബോസ്. അതെ, എവിടെയോ കണ്ടതുപോലെ തന്നെയുണ്ട്. ഈ ഗുഹ നമ്മുടെ ഗുഹ പോലെ തന്നെ ഉണ്ടല്ലോ. അതാ കണ്ടില്ലേ എന്താ എഴുതിയിരിക്കുന്നതെന്ന്? ജോൺ ദ ഡോൺ. ജോൺ ആകാൻ പോകുന്നു ഡോൺ. ഓ വേണ്ട, ഞാൻ കട്ട സാധനങ്ങളൊക്കെ ഇവിടെയാണ് ഒളിച്ചു വെച്ചിരിക്കുന്നത്. ആൾക്കെല്ലാം ഓർമ്മയുണ്ട് ചിങ്കം സാർ. ആളെ ആദ്യം അറസ്റ്റ് ചെയ്യൂ. കൊച്ചച്ഛനെ അറസ്റ്റ് ചെയ്യൂ. Watch India's largest kids library only on Jio Hotstar. Download the app now.